കണ്ണൂർ തോട്ടട ITAയിലെ SFI അതിക്രമത്തിൽ പ്രതിഷേധിച്ച് KSU നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. കമ്മീഷണർ ഓഫീസിലേക്കാണ് മാർച്ച് എത്തിയത്. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ നേരത്തെ ശ്രമിച്ചു. ഇപ്പോൾ KSUവിന് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. പ്രവർത്തകർ പിരിഞ്ഞു പോകും വരെ ജലപീരങ്കി പ്രയോഗമാണോ? കുറച്ചു നേരമായി ജലപീരങ്കി പ്രയോഗം നമ്മൾ കാണുന്നു. അർജുൻ കല്യാൺ നമുക്കൊപ്പം. അർജുൻ കല്യാൺ, ജലപീരങ്കിയൊക്കെ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. KSU പ്രവർത്തകരെ തുരത്തുകയാണോ? ജലപീരങ്കി ഉപയോഗിച്ച് മാർച്ച് നടത്തിയ പ്രവർത്തകരെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പോലീസ് നടത്തിയത്. എന്നാൽ പ്രവർത്തകർ വീണ്ടും പോലീസിനെതിരെ ഈ കൊടികെട്ടിയ വടിയും കല്ലുമൊക്കെ എറിയുന്നുണ്ടായിരുന്നു. എന്തായാലും ശക്തമായ ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ KSU പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ബാരിക്കേഡിന് മുകളിൽ ഉൾപ്പെടെ പ്രവർത്തകർ കയറി നിന്ന് പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നത് നമ്മൾ കണ്ടു. നേരത്തെ ഉദ്ഘാടന പ്രസംഗം നടത്തിയ അലോഷ്യസ് സേവ്യർ സംസ്ഥാന പ്രസിഡന്റ് സംസാരിക്കുന്നതിനിടെയാണ് ചില പ്രവർത്തകന്മാർ ഇവിടത്തേക്ക് ഒരു വശത്തേക്ക് സംഘടിച്ചെത്തുകയും അവിടെ നിന്നും ഇത്തരത്തിൽ പോലീസിൻ്റെ ബാരിക്കേഡ് മറിച്ചിടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമൊക്കെ നടത്തിയത്. അതിനിടയിലാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ജലപീരങ്കി പ്രയോഗിച്ചതോടുകൂടി പ്രവർത്തകർ വീണ്ടും രോക്ഷാകുലരാവുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് പോലീസിന് നേരെ ഈ കൊടികെട്ടിയ വടി ഉൾപ്പെടെ വലിച്ചെറിയുന്ന ഉൾപ്പെടെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഇപ്പോൾ ഈ ബാരിക്കേഡ് കെട്ടിയ വടം ഉൾപ്പെടെ അഴിച്ചു മാറ്റുന്നതിനുള്ള ശ്രമം ഉൾപ്പെടെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. രോക്ഷാകുലരായി പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നത് ഉൾപ്പെടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എന്തായാലും ഈ ITIയിൽ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള SFI KSU സംഘർഷത്തിൽ KSU പ്രവർത്തകരെ മാത്രം അല്ലെങ്കിൽ KSU പ്രവർത്തകർക്കെതിരെയാണ് പോലീസ് ശ്രമിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന KSUവിൻ്റെ ITI യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് റിബിൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് നരഹത്യയ്ക്ക് കേസെടുത്തിരുന്നു, അല്ലെങ്കിൽ വധശ്രമ കുറ്റം ഉൾപ്പെടെ ചുമത്തിയിരുന്നു. അപ്പോൾ അതോടുകൂടിയാണ് അല്ലെങ്കിൽ അത്തരത്തിൽ പരിക്കേറ്റവർക്കെതിരെ ഈ പോലീസിൻ്റെ നടപടി അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് ഈ പോലീസിൻ്റെ നിർദ്ദേശം അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചതിന് ശേഷം പ്രവർത്തകർ പോലീസിനെ ഇപ്പോൾ കൊടിയൊക്കെ ഉപയോഗിച്ച് തിരിച്ചടിക്കാൻ നോക്കുന്നുണ്ട്. വീണ്ടും സംഘർഷത്തിലേക്ക് പോവുകയാണോ? തീർച്ചയായിട്ടും. അതായത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ കൊടി കെട്ടിക്കൊണ്ടുവന്നിട്ടുള്ള വടി ഉൾപ്പെടെ പോലീസിന് നേരെ വലിച്ചെറിയുന്നതും അത് ഉപയോഗിച്ചുകൊണ്ട് പോലീസിനെതിരെ ആക്രമണം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമൊക്കെയാണ്. നേതാക്കന്മാർ അതൊക്കെ തടയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടി പ്രവർത്തകർ വളരെ വികാരപരമായാണ് ഈ വിഷയത്തെ കാണുന്നത്. ITIയിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള അക്രമമായിരുന്നു അവരുടെ യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് റിബിന് ഏൽക്കേണ്ടി വന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് KSUവിൻ്റെ ഇത്തരത്തിൽ വൈകാരികമായിട്ടുള്ള ഒരു പ്രകടനം നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഇതിനെതിരെ ഈ ITI സംഘർഷത്തിൽ പ്രതി ചേർക്കപ്പെട്ടുള്ള SFI പ്രവർത്തകരെ മുഴുവൻ അറസ്റ്റ് ചെയ്യണമെന്നും ഏകപക്ഷീയമായ രീതിയിൽ പോലീസ് ഇടപെടുന്നത് അവസാനിപ്പിക്കണമെന്നുള്ളതുമാണ് KSU പ്രവർത്തകരുടെ മുദ്രാവാക്യം. ഇപ്പോൾ കല്ലുകളും വടിയും ഉൾപ്പെടെ ഈ പോലീസിനെതിരെ വലിച്ചെറിയുന്നത് കാണാൻ വേണ്ടി കഴിയും. ബാരിക്കേഡ് ഉൾപ്പെടെ വീണ്ടും ഇവിടെ നിന്നും ഇളക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഈ പോലീസ് വടം കെട്ടി ബാരിക്കേഡ് നിർത്തിയിരുന്നു. അത് ഉൾപ്പെടെ അഴിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഈ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട്. പോലീസ് ലാത്തി ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ആ ശ്രമത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ തുടർച്ചയായ രീതിയിൽ ഈ കൊടി കെട്ടിക്കൊണ്ടുവന്ന വടി ഈ പോലീസിന് നേരെ വലിച്ചെറിയുന്നുണ്ട്. ഈ ബാരിക്കേഡ് ഇപ്പോൾ മറിച്ചിടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് KSU പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നിരവധിയായിട്ടുള്ള പ്രവർത്തകർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ ബാരിക്കേഡ് ഇവിടെ നിന്നും മാറ്റുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇളക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു ശ്രമമാണ്. ഇപ്പോൾ രണ്ടാം ഘട്ടവും ജലപീരങ്കി പ്രയോഗിക്കുന്നതിന് വേണ്ടി സൈറൻ മുടങ്ങിയിരിക്കുകയാണ്. പോലീസ് ഉൾപ്പെടെ ബാരിക്കേഡിന് ഒരു വശത്തു നിന്ന് മാറുകയാണ്. പ്രവർത്തകർ കൂട്ടമായി നിന്നുകൊണ്ട് ഈ ബാരിക്കേഡിനെ പ്രതിരോധിക്കുകയാണ്. മുൻപ് ഈ പ്രവർത്തകർക്ക് നേരെ രണ്ടാം ഘട്ടവും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറും സംസ്ഥാന വൈസ് പ്രസിഡന്റുമാർ, സംസ്ഥാന ഭാരവാഹികൾ തുടങ്ങിയിട്ടുള്ളവരും ഈ സമരത്തിൻ്റെ ഭാഗമായി ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇന്നത്തെ സമരം കണ്ണൂരിൽ നടക്കുകയും ചെയ്യുന്നത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷംനാസ് ഉൾപ്പെടെ ഈ സമരത്തിൻ്റെ നേതൃനിരയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പ്രവർത്തകന്മാർ പോലീസിൻ്റെ ജലപീരങ്കിയെ ഇരുവശത്തും രണ്ട് ചെവിയും പൊത്തി ഈ പോലീസിൻ്റെ ജലപീരങ്കിയെ സംഘം ചേർന്ന് നിന്നുകൊണ്ട് പ്രതിരോധിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഈ പ്രവർത്തകരാരും തന്നെ ഇപ്പോഴും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ വേണ്ടി കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. പോലീസിന് നേരെ കല്ലെറിയുന്നത് ഉൾപ്പെടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അത്തരത്തിൽ പോലീസിൻ്റെ ഈ ഏകപക്ഷീയമായ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉൾപ്പെടെ ഇപ്പോൾ നടത്തുകയും ചെയ്യുന്നത്.
എന്തായാലും ഈ പ്രവർത്തകർ ജലപീരങ്കി പ്രയോഗിച്ചത് കഴിഞ്ഞ് തൊട്ട് പിന്നാലെ തന്നെ ഈ ബാരിക്കേഡ് മറിച്ചതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും ഈ ബാരിക്കേഡ് ഇപ്പോൾ പിടിച്ചു കുലുക്കുകയാണ്. കണ്ണൂർ തോട്ടട ITIയിലെ സംഘർഷത്തിൽ പ്രവർത്തകർക്കെതിരായ കള്ളക്കേസ്, അതിനെതിരെയാണ് പ്രതിഷേധം നടക്കുന്നത്. ഇപ്പോൾ ബാരിക്കേഡ് ഇളക്കാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്. അതോടൊപ്പം കൊടികെട്ടിയ വടി ഉപയോഗിച്ച് മറുഭാഗത്ത് പോലീസിന് നേരെ വീശുമൊക്കെയുണ്ട്. പിരിഞ്ഞു പോവുകയാണോ? എന്താണ്? സംസ്ഥാന നേതാക്കളടക്കം ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്.